ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് സർക്കാർ ചെലവിട്ടത് 3764.54 കോടി രൂപ. പ്രതിപക്ഷ എംഎൽഎമാരുടെ ചോദ്യത്തിന് മുഖ്യമന്ത്രിയുടെ മറുപടി. വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് വേണ്ടി സർക്കാർ ചെലവിട്ടത് 3764.54 കോടി രൂപയെന്ന് മുഖ്യമന്ത്രി. നിയമസഭയിൽ പ്രതിപക്ഷ എംഎൽഎമാരുടെ ചോദ്യത്തിന് നൽകിയ മറുപടിയിലാണ് ചെലവ് തുക വിശദീകരിക്കുന്നത്. സർക്കാർ 5370 കോടി രൂപ ചെലവാക്കിയെന്ന് പ്രതിപക്ഷം അവകാശപ്പെടുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ മറുപടി എന്നത് ശ്രദ്ധേയമാണ്. ഒന്നാം ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ 817.80 കോടി രൂപയും അദാനി ഗ്രൂപ്പ് 2454 കോടിയും ചെലവ് ചെയ്തതായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വിശദീകരിച്ചു. പുരുഷാധിപത്യവും അധികാരമോഹവും സംഘടനയെ ദുർബലപ്പെടുത്തി അമ്മയിൽ നിന്നും രാജിവെച്ച് രേവതിയും പത്മപ്രിയയും. അഭിനേതാക്കളുടെ സംഘടന അമ്മയുടെ പ്രാഥമിക അംഗത്വം രാജിവെച്ച് നടിമാരായ രേവതിയും പത്മപ്രിയയും. അമ്മയിൽ നടക്കുന്ന വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ അല്ല രാജിയെന്ന് പ്രതികരണം. പുരുഷാധിപത്യവും അധികാരമോഹവും സംഘടനയെ ലക്ഷ്യങ്ങളിൽ നിന്നും ദുർബലപ്പെടുത്തിയെന്ന വിമർശനം. പടിയിറങ്ങൽ പിന്മാറ്റമല്ല, ആത്മാഭിമാനത്തിന്റെ പ്രഖ്യാപനമാണെന്ന് നടിമാരുടെ സമൂഹ മാധ്യമ പോസ്റ്റ്. ഹോർമുസിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണം. ഇറാൻ 2 കപ്പലുകൾ ആക്രമിച്ചതായി അമേരിക്ക. ഹോർമുസിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണം. ഇറാൻ സൈന്യം ഹോർമുസിൽ 2 കപ്പലുകൾ ആക്രമിച്ചതായി അമേരിക്ക. ഇന്നലെ രാത്രിയാണ് ആക്രമണമുണ്ടായത്. ഒമാൻ തീരത്തൂടെ പോകുകയായിരുന്ന എണ്ണ ടാങ്കറും ചരക്ക് കപ്പലുമാണ് ഇറാൻ സൈന്യം ആക്രമിച്ചത്. കപ്പലുകൾക്ക് നേരെ മിസൈൽ ആക്രമണമാണുണ്ടായതെന്ന് UK മാരിടൈം ട്രേഡ് ഓപ്പറേഷൻ. 2 കപ്പലുകൾക്കും വലിയ നാശനഷ്ടമുണ്ടായതായി അമേരിക്ക. മഴ തുടരും. ഇന്ന് 5 ജില്ലകളിൽ യെല്ലോ അലർട്ട്. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരും. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. രാവിലെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്നലെ കനത്ത മഴയിലും കാറ്റിലും വിവിധയിടങ്ങളിൽ നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇന്നലെ കനത്ത മഴയിൽ സ്കൂളിന്റെ മേൽക്കൂര പറന്നുപോയ കാഞ്ഞങ്ങാട് സൌത്ത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. ആലപ്പുഴ ആരൂരിൽ സ്കൂൾ മതിൽ ഇടിഞ്ഞു വീണ് പരിക്കേറ്റ ദമ്പതികൾ ചികിത്സയിൽ തുടരുകയാണ്. അൻസിബയുടെ പരാതി. ലക്ഷ്മിപ്രിയയ്ക്കെതിരെ കേസെടുത്ത പോലീസ്. നടി അൻസിബ ഹസന്റെ പരാതിയിൽ ലക്ഷ്മിപ്രിയയ്ക്കെതിരെ കേസെടുത്തു. തൃപ്പൂണിത്തുറ പോലീസാണ് കേസെടുത്തത്. ലക്ഷ്മിപ്രിയയ്ക്കെതിരെ കേസെടുക്കുവാൻ കോടതി നിർദ്ദേശം നൽകിയിരുന്നു. വ്യാജ പരാതിയുടെ മറവിൽ മാനസികമായി പീഡിപ്പിച്ചെന്നാണ് അൻസിബയുടെ പരാതി. ലക്ഷ്മിപ്രിയയുടെ ഭർത്താവ് ജയേഷ്, വനിതാ SI രേഷ്മ എന്നിവർക്കെതിരെയും കേസെടുക്കുവാൻ തൃപ്പൂണിത്തുറ മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് നിർദ്ദേശം. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മൈൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ഹൈക്കോടതി പ്ലീഡർ നിയമനം. മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ലോയേഴ്സ് കോൺഗ്രസ്. ഹൈക്കോടതി പ്ലീഡർ നിയമനത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ലോയേഴ്സ് കോൺഗ്രസ്. UDF ഇതര കക്ഷികളുമായി ബന്ധപ്പെട്ട അഭിഭാഷകരെ നിയമിച്ചെന്നാണ് ആരോപണം. അനർഹരുടെ നിയമനം പിൻവലിക്കണമെന്നും ഇല്ലെങ്കിൽ പേരുകൾ പുറത്തുവിടുമെന്നും ലോയേഴ്സ് കോൺഗ്രസ് മുന്നറിയിപ്പ് നൽകി. ജില്ലാ സബ് ഓർഡിനേറ്റ് കോടതി നിയമനങ്ങളിലും സമാന സാഹചര്യമുണ്ടാകുമെന്ന് ആശങ്ക. KPCCയും AICCയും അടിയന്തരമായി ഇടപെടണമെന്നും ലോയേഴ്സ് കോൺഗ്രസ്. പോർച്ചുഗലിനെ തോൽപ്പിച്ച സ്പെയിൻ ക്വാർട്ടറിൽ ജയം. എതിരില്ലാത്ത ഒരു ഗോളിന് റൊണാൾഡോയ്ക്ക് കണ്ണീർ മടക്കം. ഫിഫ ലോകകപ്പിൽ നിന്നും പോർച്ചുഗൽ പുറത്ത്. പ്രീ ക്വാർട്ടറിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് പോർച്ചുഗലിനെ തകർത്ത് സ്പെയിൻ ക്വാർട്ടറിൽ പ്രവേശിച്ചു. ഇഞ്ചുറി ടൈമിൽ പകരക്കാരനായി എത്തിയ മിക്കേൽ മെറിനോയാണ് വിജയ ഗോൾ നേടിയത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.